നമസ്കാരം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഭൂശാസ്ത്ര പ്രദേശത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ. അതേസമയം ഒരു സ്ഥലം എന്നുള്ള നിലയിൽ മൗൺസൺ റാമും ചിറാപുഞ്ചിയും പിന്നെ അതുപോലുള്ള മേഘാലയയിലെ സ്ഥലങ്ങൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മഴ കിട്ടുന്ന 11,000 മില്ലിമീറ്ററിലധികം മഴ ഒരു വർഷം കിട്ടുന്നു. എന്നാൽ ലോക ശരാശരിയേക്കാൾ രാജ്യത്തെ കണക്കാക്കിയാൽ, ലോക ശരാശരി രാജ്യങ്ങളെ കണക്കാക്കിയാൽ ബ്രസീലുണ്ട്, ആമസോൺ കാടുകളുണ്ട്, ഹാവായ് ദ്വീപുകളുണ്ട്. വലിയ മഴ കിട്ടുന്ന സ്ഥലമാണ്. എന്നാൽ ഒരു സ്റ്റേറ്റ് എന്ന രീതിയിൽ കണക്കാക്കിയാൽ സംസ്ഥാനത്ത് 3000 മില്ലിമീറ്റർ മുതൽ 5000 മില്ലിമീറ്റർ വരെ മഴ പെയ്യുന്നു. ഒരു 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു പുറപ്പുറത്ത് 3 ലക്ഷം മുതൽ 5 ലക്ഷം ലിറ്റർ വരെ മഴയാണ് ഒരു വർഷം പെയ്തൊഴിയുന്നത്. പക്ഷെ അങ്ങനെ പെരുമഴയത്ത് പെയ്തൊഴിയുമ്പോഴും ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കുന്ന കാഴ്ച ക്രൂരമാണ്, സങ്കടകരമാണ്, പ്രതിഷേധാർഹമാണ്, ഖേദകരമാണ്. പുതിയ മന്ത്രി വന്നിട്ടുണ്ട്. പുതിയ മന്ത്രി ശ്രീ മോൻസ് ജോസഫ് ഇതിനകത്തൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹം എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കണം എന്നുള്ളതൊരു പദ്ധതിയായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ പല ഇൻ്റർവ്യൂകളിലും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോൻസ് ജോസഫ് അവരുടെ കൂടി ശ്രദ്ധയ്ക്കാണ് ഇത് പറയുന്നത്. തീരദേശത്തുകാർക്ക് കുടിവെള്ളം കിട്ടാക്കനിയാവുകയാണ്. ഇന്നത്തെ ഒരു വാർത്ത കൂടിയാണ്. തീരദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒന്ന് കടലുണ്ട്, മുഴുവൻ വെള്ളമാണ്. പണ്ടൊരു സാമുവൽ കോൾഡ്രിഡ്ജ് പാടിയതുപോലെ, കവി പാടിയതുപോലെ, വാട്ടർ വാട്ടർ എവരിവെയർ നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ടു ഡ്രിങ്ക്, എവിടെ വെള്ളം സർവത്ര തുള്ളി കുടിപ്പാനില്ലത്ര എന്ന് പറഞ്ഞാൽ കടലിൽ അദ്ദേഹം യാത്ര പോയപ്പോൾ കപ്പൽ യാത്ര പോയപ്പോൾ വാട്ടർ ബോട്ടിലെ വെള്ളം തീർന്നു പോയപ്പോഴാണ് അദ്ദേഹം അങ്ങനെ ഒരു തീരുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് അദ്ദേഹം ഒരു കവിത എഴുതുന്നത്. മുഴുവൻ ചുറ്റും വെള്ളമാണ്, കടലാണ്. ടൺ കണക്കിന്, കിലോമീറ്റർ കണക്കിന് ആഴത്തിലും എക്സ്റ്റൻഷനിലും കടൽ കിടക്കുന്നു. പക്ഷേ അപ്പോഴും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയില്ല, ഉപ്പുവെള്ളമാണ് എന്ന് പറഞ്ഞതുപോലെ പൂവാർ പ്രദേശത്ത് അതിശക്തമായ കുടിവെള്ളക്ഷാമമാണ്. കഴിഞ്ഞ കോട്ടുകാൽ പഞ്ചായത്തിലാണ് അടിമലത്തുറ, ജൂബിലി നഗർ, അമ്പലത്ത് മൂല എന്നീ വാർഡുകളിൽ വളരെ രൂക്ഷമാണ് കുടിവെള്ളക്ഷാമം. കഴിഞ്ഞ 2 ആഴ്ചയായി പൈപ്പിൽ വെള്ളം വന്നിട്ടില്ല. 2 ആഴ്ചയായി എന്നാണ് പറയുന്നത്. കാഞ്ഞിരംകുളം വാട്ടർ അതോറിറ്റി അധികൃതരെ ഫോൺ വിളിച്ചാൽ എടുക്കാറില്ലെന്നും, പരാതികൾ പെടുമ്പോൾ മാത്രമേ പൈപ്പിൽ വെള്ളം വിടുവെന്നും, അല്ലാത്തപ്പോൾ നൽകാറില്ലെന്നും ശക്തമായ ആക്ഷേപമുണ്ട്. അധികൃതർ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുമെങ്കിലും കുടിക്കാൻ യോഗ്യമായതല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ചെളി നിറഞ്ഞതും ദുർഗന്ധം വഹിക്കുന്നതുമായ വെള്ളമാണ് ലോറികളിൽ എത്തിക്കുന്നത്. പമ്പ് കേടായതിനാൽ പൈപ്പിൽ നിന്ന് വെള്ളം വരാത്തതാണെന്നാണ്. ചൊവ്വര, ചപ്പാത്ത്, മൂലക്കര എന്നീ പമ്പ് ഹൗസിൽ നിന്നാണ് വെള്ളം എത്തേണ്ടത്. തീർച്ചയായിട്ടും തീരപ്രദേശം ഒഴിച്ചുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങാറുമില്ല. ഇത് തീരദേശത്തിനുള്ള അവഗണനയാണെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. അടിമലത്തുറ ശ്രീ ക്രിസ്തുദാസ് എന്ന് പറയുന്ന ജില്ലാ ജനറൽ സെക്രട്ടറി, സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു, മഴക്കാലമായതിനാൽ പകർച്ചവ്യാധിയിലാണ് തീരദേശങ്ങൾ. വിതരണം ചെയ്യപ്പെടുന്ന കുടിവെള്ളം ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്താൻ അധികൃതർ തയ്യാറാകണം. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത്, തീരദേശത്ത് ഡീസലിനേഷൻ പ്ലാന്റുകളെക്കുറിച്ചും മഴവെള്ള സംഭരണത്തെക്കുറിച്ചും ഗൗരവമായി ആലോചിക്കണം. അവിടെ കിണറുകൾ, ഓപ്പൺ കിണറുകളുണ്ട് പല സ്ഥലങ്ങളിലും. ആ കിണറുകൾ റീചാർജ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. തൊഴിലുറപ്പ് പദ്ധതിയിൽ അത് ചെയ്യാൻ പറ്റുന്നതാണ്. അത് പഞ്ചായത്ത് വകുപ്പുമായി ചേർന്നാൽ വളരെ മനോഹരമായിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ പഞ്ചായത്ത് വകുപ്പുമായി ചേർന്ന് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കിണർ റീചാർജ് പരിപാടി ചെയ്യണം. അതുപോലെ തന്നെ മഴവെള്ള സംഭരണികൾ ഒരു സബ്സിഡി റേറ്റിൽ ആളുകൾക്ക് വളരെ കുറഞ്ഞ, അല്ല ഫുൾ കൊടുത്താലും സന്തോഷം, ഫുൾ റേറ്റിൽ കൊടുത്താലും പറ്റും. ഒരു CSR ഫണ്ടോ, പല രൂപത്തിൽ ഫണ്ട് എടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റിന് ഫണ്ട് എടുക്കാം, CSR ഫണ്ട് എടുക്കാം. പല സ്കീമുകളുണ്ട്. ഏതെങ്കിലും സ്കീം വെച്ചുകൊണ്ട് കുറേ അധികം വീടുകൾക്കെങ്കിലും മഴവെള്ള സംഭരണികൾ പണിത് കൊടുത്താൽ അവർ വലിയ ഒരു പരിഹാരം അതിനകത്തുണ്ടാവും. ശരിക്ക് വാട്ടർ പ്യൂരിഫയർ കൂടെ കൊടുക്കാൻ പറ്റിയാൽ മഴവെള്ള സംഭരണിയിൽ വെള്ളം കുടിക്കാം, പ്രശ്നമില്ല. എങ്കിലും കുറച്ചുകൂടി ഉറപ്പ് വരുത്താൻ വേണ്ടി, തീരദേശമൊക്കെ ആയതുകൊണ്ട് പിന്നെ അവിടെ മരത്തിൻ്റെ ചില്ലകളോ പൊടികളോ അങ്ങനെ യാതൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ്. വളരെ മനോഹരമായി മഴ കിട്ടുന്ന സ്ഥലമാണ്. ആ കിട്ടുന്ന മഴയെ പ്രയോജനപ്പെടുത്തി മഴവെള്ള സംഭരണികൾ പണിയാനും, വേണമെങ്കിൽ വാട്ടർ പ്യൂരിഫയർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുടിക്കാൻ വെള്ളം, ഒരു ദിവസം വീട്ടിൽ കുടിക്കാനും പാചകത്തിനും എത്ര വെള്ളം വേണം? 5-6 ലിറ്റർ വെള്ളമല്ലേ വേണ്ടി. ബാക്കിയെല്ലാം കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ റെയിൻ വാട്ടർ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുടിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിൽ കുടിക്കാനും റെയിൻ വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും, ഇന്ത്യയിലും ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ റെയിൻ വാട്ടർ പ്യുവറാണ്. അതിനെ ഒന്നുകൂടി പ്യൂരിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തീരദേശത്തുള്ളവർക്ക് കുടിവെള്ളം ഒരു കിട്ടാക്കനിയായി മാറുന്നു. അതിനെതിരെ ശക്തമായ ഒരു നിലപാട്, ആക്ഷൻ പ്ലാൻ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. കോസ്റ്റൽ വാട്ടർ സെക്യൂരിറ്റി പ്രോജക്റ്റ് എടുത്താൽ വളരെ മനോഹരമായിരിക്കും. കോസ്റ്റൽ ഏരിയയിൽ തീരദേശത്തേക്കുള്ള ഒരു വാട്ടർ സെക്യൂരിറ്റി, അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശത്തേക്കുള്ള ഒരു ജലസുരക്ഷാ പരിപാടി എടുത്താൽ വളരെ മനോഹരമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ കിണർ റീചാർജ് ചെയ്യുക,
മഴവെള്ള സംഭരണികൾ പണിത് കൊടുക്കുക. അതുപോലെ തന്നെ ഡീസലിനേഷൻ പ്ലാന്റിനെ കുറിച്ച് ആലോചിക്കുക. RO റിവേഴ്സ് ഓസ്മോസിസ് മെത്തേഡൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അത്തരം ചിന്തകളെ കൊണ്ടുവരിക. അതുപോലെ തന്നെ റെയിൻ വാട്ടറെ നേരിട്ട് കളക്ട് ചെയ്യുക. ഈ തരത്തിൽ വിവിധ രൂപത്തിൽ തീരദേശത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാം. പിന്നെ ബാക്കി വരുന്നത് വാട്ടർ അതോറിറ്റിയും സപ്ലിമെൻറ്റ് ചെയ്യട്ടെ എന്നുള്ള നിലയിലേക്ക് കൊടുക്കുക. ആളുകൾക്ക് വെള്ളം അവരുടെ പൈപ്പിൽ എടുക്കും പോലെ തന്നെ അവർക്ക് എടുക്കാൻ പറ്റും. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നൊക്കെ ആ സ്ട്രക്ചറിൽ നിന്ന് വീട്ടിൽ പൈപ്പിൽ എങ്ങനെയാണോ വെള്ളം എടുക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് വെള്ളം എടുക്കാൻ പറ്റും. സാങ്കേതിക വിദ്യകളും ടെക്നോളജികളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു മാറ്റം വരുമെന്ന് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും തീരദേശത്തിനായി ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് തെളിനീർ തീരദേശ ജ്യോതിയെന്നോ തീരജ്യോതിയെന്നോ തീര തെളിനീരെന്നോ എന്തെങ്കിലും പേരിട്ടോളൂ. എന്തെങ്കിലും മനോഹരമായൊരു തീരശ്രീ എന്നോ എന്തെങ്കിലുമൊക്കെ നല്ല മനോഹരമായൊരു പേരൊക്കെ ഇട്ട് തീരദേശത്തുള്ള ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള പദ്ധതി. കുടിവെള്ളം മാത്രം, ബാക്കിയുള്ള വെള്ളത്തിന് അവിടെ നിൽക്കട്ടെ. കുടിവെള്ളവും മറ്റ് പാചകം, കുടിവെള്ളം എന്ന് പറയുമ്പോൾ വെറും കുടിക്കാനുള്ള വെള്ളമല്ല, പാചകം, വസ്ത്രം കഴുകുക, അത്യാവശ്യം അതായത് ഒരു വീട്ടിന് ആവശ്യമുള്ള കാര്യങ്ങൾ. ഒരു 14 ലിറ്റർ ടാങ്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീട്ടിന് ആവശ്യത്തിന് 100 ദിവസത്തിലധികം വെള്ളം കിട്ടും. ഇനി പിന്നെ അല്ല കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിലും മഴവെള്ള സംഭരണികൾ പണിത് കൊടുക്കാൻ പറ്റും. കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിൽ പണിതാൽ അവരെടുത്തോളും. വെള്ളം പോയി എടുക്കുന്നതൊന്നും വലിയ വിഷയമൊന്നുമില്ല. അവർക്ക് പൈപ്പ് വെച്ചാൽ അവർക്ക് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക. ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. ഓപ്പൺ വെൽ അവിടെ ഉണ്ടെങ്കിൽ ഓപ്പൺ വെൽ റീചാർജിനെ കുറിച്ച് ആലോചിക്കുക. കോസ്റ്റലാണ്, എന്നാലും അത് ചെയ്യാൻ പറ്റും. ഉപ്പ് വെള്ളത്തിൻ്റെ സ്വാധീനമൊക്കെ കുറച്ച് ഇപ്പോൾ ചെല്ലാനത്തൊക്കെ ചെയ്ത മോഡൽസ് നമ്മൾ മുന്നിലുണ്ട്. എറണാകുളം ജില്ലയിലെ ചെല്ലാനത്ത് ചെയ്ത മാതൃക. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.